വ്യവസായ പാർക്കിന്റെ പേരിൽ പലരിൽ നിന്നും കോടികൾ തട്ടിയെടുത്തതായി പരാതി. കാരശ്ശേരി മരഞ്ചാട്ടി സ്വദേശി അബ്ദുൾ സലാം എന്നയാൾക്കെതിരെ പ്രവാസികളടക്കം തിരുവമ്പാടി പോലീസിൽ പരാതി നൽകി. കാരശ്ശേരി പഞ്ചായത്തിലെ മരഞ്ചാട്ടിയിൽ ആരംഭിക്കുന്ന ഗ്രീൻ പാർക്കിന്റെ പേരിലാണ് തട്ടിപ്പ് നടത്തിയത്. വ്യവസായ പാർക്ക് തുടങ്ങാനെന്ന പേരിൽ 5 ലക്ഷം രൂപ വീതം പലരിൽ നിന്നും കോടികൾ തട്ടിയെടുത്തെന്നാണ് കാരശ്ശേരി മരഞ്ചാട്ടി സ്വദേശി അബ്ദുൾ സലാം എന്നയാൾക്കെതിരെ തിരുവമ്പാടി പോലീസിൽ പരാതി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് പരാതിയുമായി നിക്ഷേപകരെത്തിയത്. പാർക്ക് നിർമ്മാണം സർക്കാരിന്റെ സഹകരണത്തോടെയാണെന്നും മന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നതെന്നും തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പെന്നാണ് പരാതി. 2019 കാരശ്ശേരി പഞ്ചായത്തിലെ മരഞ്ചാട്ടിയിൽ 20 ഏക്കർ സ്ഥലത്ത് ഗ്രീൻ പാർക്കിന്റെ നിർമ്മാണം നടക്കുന്നുണ്ടെന്ന പേരിൽ അബ്ദുൾ സലാം തട്ടിപ്പ് നടത്തിയത്. പണം വാങ്ങിയതിനു ശേഷം താൽക്കാലിക രേഖ മാത്രം നൽകി താൽപ്പര്യമില്ലെങ്കിൽ 11 മാസത്തിനു ശേഷം പണം തിരികെ നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ പ്രവൃത്തിയുടെ പുരോഗതിയൊന്നും കാണാത്തതിനെ തുടർന്ന് ചിലർ പണം തിരികെ ആവശ്യപ്പെട്ടു. പരാതിയുമായി വന്ന 7 പേർക്ക് മാത്രം പണം നൽകാമെന്ന് അറിയിച്ചെങ്കിലും കബളിപ്പിക്കുകയായിരുന്നുവെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു. ഇതിൽ ഒരുപാട് പ്രവാസികളായിട്ടുള്ള ആളുകളുണ്ട്. അവർക്ക് പലർക്കും ഇതിനുവേണ്ടി പ്രതികരിക്കാനോ മറ്റൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് എന്താ പറയാ, ഈ സർക്കാരിന്റെ ഈ ഇൻഡസ്ട്രിയൽ പാർക്ക് തുടങ്ങാനുള്ള ഒരു അനുമതി അതിനെ ദുരുപയോഗം ചെയ്ത് ആളുകളിൽ നിന്ന് പൈസ കളക്ട് ചെയ്തിട്ട് ഈ വ്യക്തി ഈ പണം മുഴുവനും ഫണ്ട് മാറ്റി കാസർഗോട്ടേക്ക് മാറ്റുകയാണ് ചെയ്തത്. അവിടെ അയാൾ ഇതിന്റെ ഭാഗമായി വേറെ പദ്ധതികളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതേസമയം ഇത്തരത്തിൽ തട്ടിപ്പിനിരയായവരെ കണ്ടെത്തി 40 പേരുള്ള ഒരു ആക്ഷൻ കമ്മിറ്റിയും രൂപീകരിച്ചു. വിവിധ സ്റ്റേഷനുകളിലായി അബ്ദുൾ സലാമിനെതിരെ പരാതിയും നൽകിയിരിക്കുകയാണ്. എന്നാൽ എറണാകുളം പറവൂർ സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ 2023 IPC 406, 420 വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ടെന്നും പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും തട്ടിപ്പിനിരയായവർ ആരോപിക്കുന്നു. ഇതിനെ തുടർന്നാണ് ബഡ്സ് കോർപ്പറേറ്റ് അതോറിറ്റിക്ക് ആക്ഷൻ കമ്മിറ്റിയുടെ പേരിൽ പരാതി നൽകിയത്. തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുകയും ചെയ്തു. എന്നാൽ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പ്രകാരം സലാമിന്റെ സ്വത്തുക്കൾ മരവിപ്പിക്കാൻ ബഡ്സ് അതോറിറ്റി ഉത്തരവിട്ടെങ്കിലും ഇയാൾക്കെതിരെ കേസെടുക്കാൻ പോലീസോ ക്രൈംബ്രാഞ്ചോ തയ്യാറായില്ലെന്നും പരാതിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. മാത്രവുമല്ല, സമാന രീതിയിൽ കാസർഗോഡ് ജില്ലയിൽ വില്ല പ്രൊജക്ട് എന്ന പേരിൽ പുതിയ തട്ടിപ്പ് തുടങ്ങിയതായും കണ്ടെത്തിയിട്ടുണ്ടെന്ന് തട്ടിപ്പിനിരയായവർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, മുക്കം.